നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ധർമ്മസ്ഥലയിലും കേരളത്തിലെ ചേർത്തലയിലും കൊല ചെയ്യപ്പെട്ടുവെന്ന് സംശയിക്കുന്നവരുടെ കുഴിമാടങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. മറവ് ചെയ്തെന്ന് കരുതുന്ന സ്ഥലങ്ങൾ കുഴിച്ചുള്ള തെരച്ചിൽ തുടരുമ്പോഴാണ് തെളിവുകളായി ഇവ പൊന്തിവരുന്നത്. ധർമ്മസ്ഥലയിലെയും ചേർത്തലയിലേക്കും സംഭവങ്ങൾക്ക് ബന്ധമില്ലെങ്കിലും കുറ്റകൃത്യം മറച്ചു പിടിച്ചതിൽ സമാനതകളുണ്ട്. ധർമ്മസ്ഥലയിൽ പൂർണ്ണ അസ്ഥികൂടം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുകയും അവിടെ ഒരു കൂട്ട കൊലപാതകം നടന്നു എന്നുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. വനത്തിനുള്ളിലെ മാർക്ക് ചെയ്യാത്ത കുന്നിൻ മുകളിലെ പോയിന്റിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തത്. നേത്രാവതി തീരത്ത് സ്നാനഘട്ടത്തിൽ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന മറ്റു പോയിന്റുകളിൽ നിന്നും മാറി മുകളിൽ കയറിയും തെരച്ചിൽ നടത്തി. കൂടുതൽ അസ്ഥികളും 33 വയസ്സുള്ള പുരുഷന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി ഉൾപ്പെടെ പൂർണ്ണ അസ്ഥികൂടവും കണ്ടെത്തിയിട്ടുണ്ട്. ആരോപണ വിധേയരായ ആളുകളുടെ പറമ്പുകളിൽ ഇതുവരെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. 13 പോയിന്റുകളാണ് നേരത്തെ മാർക്ക് ചെയ്തിരുന്നത്. 6ാമത്തെ ദിവസമായപ്പോൾ അതിൽ 11 പോയിന്റ് വരെ കുഴിച്ചു. 6ാമത്തെ പോയിന്റിൽ നിന്നാണ് 25ഓളം അസ്ഥികൾ നേരത്തെ കണ്ടെത്തിയത്. മണ്ണിനടിയിലെ മൃതദേഹ അവശിഷ്ട സാധ്യത കണ്ടെത്താൻ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എത്തിക്കാനും SIT സംഘം ശ്രമിക്കുന്നുണ്ട്. തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല. 100-ലധികം സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡനത്തിന് ശേഷം കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിലുള്ള നടുക്കുന്ന ഒരു തെരച്ചിൽ തന്നെയാണ് കേരളത്തിലെ ചേർത്തല, അവിടെയും ആലപ്പുഴ ചേർത്തലയിലും നടക്കുന്നത്. അവിടെ ഇതിനോടകം 10-ലധികം അസ്ഥികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പള്ളിപ്പുറം ചുങ്ങുന്തറയിൽ വീട്ടിൽ സെബാസ്റ്റ്യന്റെ കുടുംബ സ്വത്തായ പുരയിടം കുഴിച്ചപ്പോഴാണ് 10-ലധികം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘവും ഐഷ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചു. കഴിഞ്ഞ മാസം 28-ന് JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും തുടയിലും ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടവും ലഭിച്ചിരുന്നു. ഇന്നലെ ലഭിച്ചവ ഇതിന്റെ ബാക്കിയാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുളം വറ്റിച്ചപ്പോൾ ബാഗ്, സാരിയുടെ ഭാഗം, തുണിക്കഷ്ണങ്ങൾ ലഭിച്ചു. കടാർ നായ ഏഞ്ചൽ കൊന്തയുടെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതും ഈ ഒരു കേസിലേറെ നിർണായകമാണ്. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ് കടാർ നായ്ക്കളെ കൊടുത്തിട്ടുള്ള തെരച്ചിൽ അന്വേഷണ സംഘം നടത്താറുള്ളത്. ഇവിടെയും അത്തരത്തിൽ നടത്തിയപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ഒരു കൊന്തയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. 2ാമത്തെ കുളം വറ്റിച്ചപ്പോഴും അസ്ഥികൾ കിട്ടി. ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. കിണർ വറ്റിച്ചുള്ള പരിശോധന രാത്രിയിലും തുടർന്നു. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ അസ്ഥികളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏറ്റുമാർ സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് അവരുടെ ഫോൺ നമ്പർ സെബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിലെ കടയിലെത്തി റീചാർജ് ചെയ്തത് കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. തുടർന്നാണ് ബിന്ദു പത്മനാഭൻ, ഐഷ എന്നീ സ്ത്രീകളുടെ തിരോധാന കേസുകൾ വീണ്ടും ഉയർന്നു വന്നത്. പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:40-നാണ് സെബാസ്റ്റ്യൻ എത്തിച്ചത്. 1 മണിയോടെ പറമ്പിൽ കുഴിയെടുക്കാൻ തുടങ്ങി. 3 അന്വേഷണ സംഘങ്ങളും മണിക്കൂറുകളോളം വീടിനുള്ളിലിരുത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. 3 സ്ത്രീകളെയും പരിചയമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും സമ്മതിച്ച സെബാസ്റ്റ്യൻ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഏതായാലും കേരളത്തിൽ നിന്ന് കേൾക്കുന്നത് മുൻപ് നമ്മൾ ഇത്തരത്തിൽ കൂടത്തായി കൊലപാതക പരമ്പര ഏറെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇത്തരത്തിൽ ചേർത്തലയിലും ഈ സെബാസ്റ്റ്യൻ നടത്തിയിരിക്കുന്നത്. കൂടത്തായിൽ ജോളി 6 പേരെയാണ് പൊട്ടാസ്യം സൈനൈഡ് കൊടുത്ത് കൊന്നതെങ്കിൽ ചേർത്തലയിലെ കൊടും ക്രൂരൻ സെബാസ്റ്റ്യൻ 4 സ്ത്രീകളെയാണ് കൊന്ന് ഇത്തരത്തിൽ അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ സ്വന്തം പറമ്പിൽ, കുളത്തിലും അതുപോലെ തന്നെ പറമ്പിലൊക്കെ തന്നെ കുഴിച്ചിട്ടു എന്നുള്ള നടുക്കുന്ന വിവരം പുറത്തു വരുന്നത്. പുറമെ നാട്ടുകാരിലൊക്കെ തന്നെ വളരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അവരോടൊക്കെ തന്നെ വളരെ സൗമ്യമായി ചിരിച്ചും സംസാരിച്ചൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ 67-68 വയസ്സ് പ്രായമുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ വേറെ വിവാഹിതനാണ്. പക്ഷെ എന്നിരുന്നാലും ഏകാന്ത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഈ ഒരു വീട്ടിലാണ്, ഈ ഒരു കൊലപാതകങ്ങൾ നടന്നു എന്ന് സംശയിക്കുന്ന ഒരു വീട്ടിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ഇയാളുടെ ഭാര്യയും മക്കളെയും കുറിച്ച് യാതൊരു വിവരമില്ല. അവരവിടെ ഉണ്ട്, അവരെ നോക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഇവരെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ അറിയില്ല. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് ഈ സെബാസ്റ്റ്യൻ. ഏതായാലും നാടിനെ ഞെട്ടിക്കുന്ന ഒരു സീരിയൽ കില്ലറാണ് തങ്ങളുടെ തൊട്ടപ്പുറത്ത്, തങ്ങളോടൊപ്പം തന്നെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വൈകിയാണ് ആ നാട്ടുകാരടക്കം അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും 4 പേരല്ല, അതിൽ കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അരുംകൊല ചെയ്ത് സ്വർണവും സ്വത്തും കൈക്കലാക്കി
എന്നാണ് നിലവിലെ സൂചനകൾ. ഇതിൽ 2012 ഇതെല്ലാം തുടങ്ങുന്നത്. 2012 ആദ്യമായിട്ട് ഐഷ എന്ന് പറയുന്ന യുവതിയെ മെയ് 13 കാണാതാകുന്നത്. ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങുന്നത്. കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ 5 സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തതും സെബാസ്റ്റ്യൻ ആയിരുന്നു. ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി വരുന്നത് പിന്നീട് 2017 ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിലായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്നാണ് കേസ്. പിന്നീടാണ് അതിനുശേഷമാണ് തിരുവിഴ ക്ഷേത്രത്തിലേക്ക് എന്ന് പോയി പറഞ്ഞ് സിന്ധുവിനെ 2020 ഒക്ടോബർ 19 കാണാതാകുന്നത്. ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പായിരുന്നു സംഭവം. പിന്നീടാണ് 2024 ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജെയിനെ, അതായത് ജെയിനമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കാണാതാകുന്നത്. അവരെ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് അവരുടെ ഫോണിലേക്ക് സെബാസ്റ്റ്യൻ ചെയ്തിരുന്നു. പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ മാത്യുവിനെ, അതായത് ജെയിനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നതും. ഇവരുമായി സ്ഥലം ഇടപാട് നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ സ്വർണവും സെബാസ്റ്റ്യൻ വിറ്റെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുള്ള വിവാഹിതരല്ലാത്ത സ്ത്രീകളെ, ധാരാളം സ്വത്തുക്കളും അതുപോലെ തന്നെ സ്ഥലമൊക്കെ ഉള്ളവരെ കൃത്യമായി തന്നെ കണ്ടെത്തി അവർ വഴി അവരുടെ പല പണമിടപാടും അതുപോലെ തന്നെ സ്ഥലമിടപാടൊക്കെ തന്നെ നടത്തിക്കൊടുത്ത പതുക്കെ അവരെ തന്റെ വീട്ടിലേക്ക് എത്തിച്ച് ക്രൂരകൃത്യത്തിന് ഇരയാക്കുകയായിരുന്നു. അവരിൽ നിന്ന് തട്ടിച്ച തുകയൊക്കെ തന്നെ ഇയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഈ ഒരു 4 കൊലപാതകങ്ങളും അന്വേഷിച്ച് അല്ലെങ്കിൽ കാണാതായത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവരെല്ലാം തന്നെ സെബാസ്റ്റ്യനിൽ കണക്ട് ചെയ്യുന്ന തെളിവ് കിട്ടിയത്. ഇതോടുകൂടിയിട്ടാണ് എല്ലാത്തിനും ഉത്തരവാദി സെബാസ്റ്റ്യനാണ് എന്ന് പോലീസ് അടക്കം സംശയിക്കുന്നത്. മറവ് ചെയ്തെന്ന് കരുതുന്ന സ്ഥലങ്ങൾ കുഴിച്ചുള്ള തെരച്ചിൽ തുടരുമ്പോഴാണ് തെളിവുകളായി ഇവ പൊന്തി വരുന്നത്. ധർമ്മസ്ഥലയിലെയും ചേർത്തലയിലെയും സംഭവങ്ങൾക്ക് ബന്ധമില്ലെങ്കിലും കുറ്റകൃത്യം മറച്ചുപിടിച്ചതിൽ സമാനതകളുണ്ട്. ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘവും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘവും ഐഷ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 28 JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിൽ തലയോട്ടിയും തുടയിലും ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടവും ലഭിച്ചിരുന്നു. ഇന്നലെ ലഭിച്ചവ ഇതിന്റെ ബാക്കിയാണോ എന്നറിയില്ല. ഇനി DNA പരിശോധനയ്ക്ക് അയച്ച് കുളം വറ്റിച്ചപ്പോൾ ബാഗ്, സാരിയുടെ ഭാഗം, തുണിക്കഷ്ണങ്ങൾ എന്നിവയൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി കൂടുതൽ അവിടെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കുഴിച്ചും പരിശോധന നടത്തുകയാണ്. ഇനി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ ഒരു അസ്ഥികളൊക്കെ തന്നെ ആരുടെയാണ്, ഈ കാണാതായിട്ടുള്ള ഈ സ്ത്രീകളുടെ തന്നെയാണോ എന്നുള്ളത് തെളിയിക്കുന്നതിനായിട്ട് DNA പരിശോധന അടക്കം നടക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ളതിനാൽ തന്നെ ഇതിവരുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇവരെ കൊലപ്പെടുത്തി, ഇവരെ താൻ തന്നെയാണോ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും സമ്മതിച്ചിട്ടില്ല. നുണ പരിശോധനയ്ക്ക് വിധേയനാകാനും ഇയാൾ സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ അന്വേഷണത്തെ ഏറെ കുഴപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കൂളായി പോലീസുകാരോടൊപ്പം തന്നെയാണ് ഇയാൾ. കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും അയാളുടെ മുഖത്തില്ല. വളരെ കൂളായി തന്നെയാണ് അന്വേഷണത്തോടൊക്കെ പ്രതികരിക്കുന്നതും അതുപോലെ തന്നെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴൊക്കെ ഇയാൾ പെരുമാറുന്നതും. ഏതായാലും കഴിഞ്ഞ ദിവസമൊക്കെ 12:40 സെബാസ്റ്റ്യനെ ഈ വീട്ടിലെത്തിച്ചപ്പോൾ കുഴിയെടുക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ തന്നെ 3 അന്വേഷണ സംഘങ്ങളും മണിക്കൂറുകളോളമാണ് വീടിനുള്ളിൽ ഇരുത്തി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തത്. 3 സ്ത്രീകളെയും പരിചയമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും സമ്മതിച്ച സെബാസ്റ്റ്യൻ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഏതായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനിലേക്ക് എത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്.